لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. സൂറത്തുൽ ഫാത്തിഹയുടെ മാലിക് യൗമുദ്ദീൻ നമ്മൾ പൂർത്തീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനാണ്. നന്മകൾക്കും തിന്മകൾക്കുമൊക്കെ ജസാ നൽകുന്നവൻ, നന്മയാണെങ്കിൽ പ്രതിഫലവും തിന്മയാണെങ്കിൽ അതിനർഹമായ ശിക്ഷയും നൽകുന്നവനാണ് എന്നൊക്കെ പരാമർശിച്ചതിന് ശേഷം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ നമ്മൾ പറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തൊട്ട് നമ്മൾ അള്ളാഹുവിനെ വാഴ്ത്തുകയായിരുന്നു, അള്ളാഹുവിൻ്റെ സ്തുതികൾ പറയുകയായിരുന്നു. മാലിക് യൗമുദ്ദീനിൽ അത് പൂർത്തീകരിച്ചതിന് ശേഷം അള്ളാഹു നമ്മളും തമ്മിലുള്ള ഒരു കരാറാണ് നമ്മൾ പറയുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചവനെ ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നെ മാത്രം സഹായം തേടാനുള്ള ഉപാധിയായി ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമയാവുക, അള്ളാഹുവിൻ്റെ ദാസനാവുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അന്തസ്സാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിൽ പരാമർശിക്കുന്ന സ്ഥലങ്ങളിൽ അള്ളാഹു നബിതങ്ങൾക്ക് ദുനിയാവിൽ കൊടുത്ത നുബുവത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് ഇസ്രാ മിഅ്റാജിൻ്റെ യാത്രയാണ്. ഭൗതികാർത്ഥത്തിൽ അല്ലെ, അള്ളാഹുവിനെ കാണാൻ വേണ്ടി ഏഴാകാശങ്ങൾക്കപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയ ആ ഭാഗം അള്ളാഹു തആല പരാമർശിക്കുമ്പോൾ അള്ളാഹു ഉപയോഗിച്ച പദം സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്നാണ്. അതായത് തൻ്റെ അടിമയുമായി രാത്രി യാത്ര നടത്തിയ അള്ളാഹു പരിശുദ്ധൻ എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അള്ളാഹു നബിതങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല സ്ഥലം പരാമർശിക്കുന്ന സ്ഥലത്ത് അവിടെ അള്ളാഹു ഉപയോഗിച്ച പദം അബ്ദ് എന്ന പദമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദാസനാവൽ അതൊരു മനുഷ്യന് ലഭിക്കുന്ന അന്തസ്സാണ്, അതിൽ യാതൊരു വിധത്തിലുള്ള കുറവുമില്ല എന്നൊക്കെ നമ്മളത് പറയുകയുണ്ടായി. അപ്പോൾ അള്ളാഹുമായി ഈ കരാർ പറഞ്ഞതിന് ശേഷം നമ്മൾ അള്ളാഹുവിനോട് അടുത്ത ചോദിക്കുകയാണ്. എന്താണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ ഞങ്ങളെ നീ ശരിയായ മാർഗത്തിൽ ചേർക്കണമേ, ഞങ്ങളെ നീ നയിക്കണമേ അല്ലാ എന്നാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഖുർആൻ ഷരീഫിലെ ആദ്യത്തെ ചോദ്യം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്, അള്ളാഹു ചോദിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഹിദായത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്. എന്താ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ? ഭാഷാർത്ഥത്തിൽ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ വഴി കാണിക്കുക എന്നാണ് അർത്ഥം, ലക്ഷ്യത്തിലേക്കുള്ള വഴി കാണിക്കൽ. ഭൗതികാർത്ഥത്തിൽ ലക്ഷ്യത്തിലേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാം? നമ്മുടെ ഓരോരുത്തരുടെയും ഭൗതിക ആവശ്യങ്ങൾക്ക് പൂർത്തീകരിക്കാനുള്ള വഴികളുണ്ട്. നമുക്ക് വസ്ത്രം ലഭിക്കാനുള്ള വഴി, നമുക്ക് വെള്ളം ലഭിക്കാനുള്ള വഴി, നമുക്ക് ജീവിതോപാധികൾ കിട്ടാനുള്ള വഴി. ഈ വഴികൾക്കുള്ള ഉപാധികൾ ഏതാണ്, അതിൻ്റെ റൂട്ട് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഇത് അതിൻ്റെ ഏറ്റവും ചെറിയ അർത്ഥമാണ്. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ്? അസ്സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ വഴി, ദുനിയാവിലും ആഖിറത്തിലും വിജയം ലഭിക്കുന്ന വഴി, അള്ളാഹുലേക്ക് എത്തിച്ചേരുന്ന വഴി. ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് എന്തായാലും നിസ്കരിക്കുമ്പോഴാണല്ലോ ഫാത്തിഹ ഓതൽ നമുക്ക് നിർബന്ധമുള്ളത്. എല്ലാത്ത സമയത്തും നമ്മൾ ഓതാറുണ്ട്. അപ്പം എങ്ങനെ അർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചാലും ഫാത്തിഹ ഓതുന്ന ആൾ മിക്കവാറും എന്തായിരിക്കും ആരായിരിക്കും ഫാത്തിഹ ഓതുന്നുണ്ടാകുക? മുസ്ലിമീങ്ങളല്ലേ ഓതുന്നുണ്ടാകുക, അല്ലേ? ഇനി ഇസ്ലാം അല്ലാത്ത ആളുകളാണെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓതുകയും ചെയ്യും. അപ്പോൾ അള്ളാഹിൽ വിശ്വാസമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാൾ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ ഞങ്ങൾക്ക് നീ ശരിയായ വഴി കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ കറക്റ്റാണ് അർത്ഥം. കാരണം അയാൾ ശരിയായ വഴിയിലല്ല ഉള്ളത്. പക്ഷേ മുസ്ലിമീങ്ങളാകുന്ന നമ്മൾ, അള്ളാഹു നമുക്ക് ഹിദായത്തിൽ ഇസ്തിഖാമത്ത് നൽകട്ടെ, നമ്മൾ ഈ 5 നേരവും ഓരോ റക്അത്തിൽ നിർബന്ധമായി, ഷാഫി മദ്ഹബാണെങ്കിൽ ഫാത്തിഹ ഓതൽ നിർബന്ധം, 5 നേരവും ഓരോ വക്തിലും നമ്മൾ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ ഞങ്ങൾ നീ ചൊവ്വായ വഴിയിൽ ചേർക്കണേ അല്ലാ എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മളിപ്പോൾ ചൊവ്വായ വഴിയിലല്ലേ ഉള്ളത്? നമ്മളിപ്പോൾ ശരിയായ മാർഗത്തിലല്ലേ ഉള്ളത്? പിന്നെ എന്തിനാ അള്ളാഹിനോട് ഹിദായത്ത് ചോദിക്കുന്നത്? എൻ്റെ ചോദ്യത്തിൻ്റെ പ്രസക്തി മനസ്സിലായോ? നമ്മൾക്കിപ്പോൾ ഇന്ന സ്ഥലത്തേക്കുള്ള വഴി ഏതാ നമ്മൾ എപ്പോഴാണ് ചോദിക്കുക? നമ്മൾ ആ വഴിയിലല്ലെങ്കിലാണ് നമ്മൾ ചോദിക്കുക. നമുക്ക് കൃത്യമായി നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് അപ്പോൾ എൻ്റെ വീട്ടിലേക്കുള്ള വഴി ഏത്, അല്ലെങ്കിൽ ഇന്ന ഷോപ്പിലേക്കുള്ള വഴി ഏതാ നമ്മൾ ചോദിക്കാറില്ല. പക്ഷേ നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ വിശ്വസിക്കുന്നത് നമുക്കൊക്കെ ഹിദായത്ത് ലഭിച്ചു എന്നാണ്. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചോദിക്കുന്നത്, പടച്ചോനെ
ശരിയായ വഴിയിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. അപ്പോൾ നമ്മൾ ശരിയായ വഴിയിലല്ലേ? സത്യത്തിൽ ഈ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഞങ്ങളിപ്പോൾ ഹിദായത്തിൻ്റെ പുറത്താണ് ഉള്ളത്, ഞങ്ങളെ ഹിദായത്തിൻ്റെ വഴിയിൽ ചേർക്കണേ എന്നതിൻ്റെ അപ്പുറത്ത് അള്ളാഹു നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകി, ഈ ഹിദായത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ്. കാരണം നമ്മൾ എപ്പോഴാണ് നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ വിജയിച്ചു അല്ലെങ്കിൽ പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ മുഅ്മിനായിട്ട് തന്നെയാണ് ജീവിതം നയിച്ചതെന്ന് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക? അവസാനം നമ്മുടെ ഖാത്തിമ, ഈ ഭൂമി ലോകത്തിൽ നിന്ന് നമ്മൾ വിട പറയുന്ന സമയം വിശ്വാസത്തോടു കൂടി പോകുമ്പോഴാണ് നമ്മൾ ശരിയായ മുഅ്മിനായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ. അതിൻ്റെ ഇടയിൽ എന്തെല്ലാം സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിൻ്റെ അർത്ഥം, പടച്ചവനെ ഞങ്ങൾക്ക് നീ ഹിദായത്തിൻ്റെ നീ നൽകിയ ഈ മാർഗത്തിൽ ഞങ്ങൾക്ക് നീ ഇസ്തിഖാമത്ത് നൽകണേ അല്ലാ. അപ്പോൾ അല്ലാഹു തആല ഇവിടെ നമ്മളെ അല്ലാഹു വിനയാണ് പഠിപ്പിക്കുന്നത്. ഹിദായത്ത് ഇത് അല്ലാഹുവിൻ്റെ നിഅമത്താണ്, ആണോല്ലേ? ഇത് അല്ലാഹുവിൻ്റെ നിഅമത്താണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കൂടി അല്ലാഹു നമ്മളെ കൊണ്ട് ദുആ പഠിപ്പിച്ചത്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. പടച്ചവനെ ഞങ്ങളുടെ ഹൃദയത്തിനെ നീ തെറ്റിച്ച് കളയല്ലേ അല്ലാ. ബഅദ ഇദ് ഹദൈതനാ, നീ വഴി കാണിച്ചു തന്നതിന് ശേഷം ഞങ്ങൾക്ക് തെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടാക്കല്ലേ അല്ലാ. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഒക്കെ പിന്നെ ഫാത്തിഹ ഓതിക്കഴിഞ്ഞിട്ട് മഗ്രിബ് നിസ്കാരത്തിൽ മൂന്നാമത്തെ റക്അത്തിൽ ഒച്ചത്തിൽ ഓതൽ സുന്നത്തില്ലല്ലോ. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ പതുക്കെ ഈ ആയത്ത് ഓതുമായിരുന്നു എന്ന് തഫ്സീറുകളിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഖുർആൻ ഷരീഫ് തന്നെയുള്ള ആയത്താണിത്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. എത്രയോ ഹദീസുകളിൽ നമുക്ക് കാണാം അല്ലേ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പടച്ചവനെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശരിയായ ദിശയിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകും, തിന്മകളിലേക്ക് പോകും, വേണ്ടാത്തരങ്ങളിലേക്കൊക്കെ ചിന്ത പോകും. പക്ഷേ ആ പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ നീ ഖൈറിൻ്റെ മാർഗത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. അപ്പോൾ നമ്മുടെ അവകാശവാദമല്ല ഞാൻ ഹിദായത്തിലായി ഇനി എനിക്ക് പേടിക്കാനൊന്നുമില്ല, ഞാൻ ഈ ഇതിൽ തന്നെ അങ്ങ് ഉറച്ചു പോകും എന്നൊന്നും നമുക്ക് ധൈര്യത്തോടു കൂടി പറയാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ വിനയാന്യതിരാകണം. പഠിച്ചവനെ നീ നൽകിയതാണ് നിഅമത്താണ് ഈമാൻ, നീ നൽകിയതാണ് ഹിദായത്ത്, ഇത് അവസാന സമയം വരെ നീ നമുക്ക് നൽകണം. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അസ്സിറാത്തുൽ മുസ്തഖീം, ശരിയായ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണം. ഏതാണ് ഈ ശരിയായ മാർഗം? ഏതിനെയാണ് നമ്മൾ ശരിയായ മാർഗമായി നമ്മൾ സ്വീകരിക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ ആമുഖത്തിൽ തന്നെ അള്ളാഹു അത് വ്യക്തമായി പറയുകയുണ്ടായി. എല്ലാവരും പറയുന്നത് ഞങ്ങളാണ് വിജയത്തിൻ്റെ ആളുകൾ, ഞങ്ങളാണ് ഹക്കിൻ്റെ ആളുകൾ, ഞങ്ങളാണ് ശരിയുടെ ആളുകൾ എന്ന് പറയുമ്പോൾ അള്ളാഹു തആല അവിടെ ഒരു മാനദണ്ഡം അള്ളാഹു പറയാണ്. ഏതാണ്? അസ്സിറാത്തുൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. പഠിച്ചവൻ ഏതാണ് ഈ വഴി, ശരിയായ മാർഗം? അൻഅംത അലൈഹിം, നീ ആർക്കൊക്കെ നിഅമത്ത് ചെയ്തിട്ടുണ്ടോ, നീ ഈ ലോകത്ത് അനുഗ്രഹം ചെയ്തു എന്ന് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ടോ, ആ ആളുകൾ സഞ്ചരിച്ചൊരു മാർഗമുണ്ടല്ലോ, അവരുടെ മാർഗമുണ്ടല്ലോ, ആ മാർഗത്തിലാണ് നീ എന്നെ സഞ്ചരിപ്പിക്കേണ്ടത്. ആരാണ് അല്ലാഹു തആല അനുഗ്രഹം ചെയ്ത ആളുകളുടെ വഴി എന്ന് പറയുന്നത്? അത് അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ. ആരൊക്കെയാണത്? പ്രവാചകന്മാരാണ്. വസ്സിദ്ദീഖീൻ, സിദ്ദീഖീങ്ങളാണ്. വശുഹദാ, ശുഹദാക്കളാണ്. വസ്സാലിഹീൻ, സാലിഹീങ്ങളാണ്. അപ്പോൾ ഇവരൊക്കെ സഞ്ചരിച്ചു പോയ ഒരു മാർഗമുണ്ട്. ദീനീ വിഷയങ്ങളിൽ ഇവരൊക്കെ സഞ്ചരിച്ചു പോയ മാർഗത്തിലും വഴിയിലുമാണ് അള്ളാഹു അനുഗ്രഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വഴിയിൽ കൂടി ഞങ്ങൾക്ക് നടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ എന്ന് ആരെ നമ്മളെ ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ചിരിക്കുകയാണ്? അല്ലാഹു തആല ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ഹക്കിൻ്റെ ആളുകളാണെന്ന് വാദിക്കുമ്പോൾ, നമ്മൾ മാത്രമാണ് ഹക്കിൻ്റെ ആളുകളെന്ന് വാദിക്കുമ്പോൾ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ദീനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ഈ പറയപ്പെട്ടതുപോലെയുള്ളവരുടെ മാർഗത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, നമുക്ക് സമാധാനിക്കാം, നമ്മൾ ആരെ മാർഗത്തിലാണ് ഉള്ളത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നബിമാരുടെ മാർഗത്തിലാണുള്ളത്. നബിമാർ ചെയ്ത കാര്യം, സഹാബാക്കൾ ചെയ്ത കാര്യം, താബീങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അൻഅംത അലൈഹിൻ്റെ മാർഗത്തിലാണുള്ളത്. അല്ലെങ്കിൽ നമുക്ക് വഴികേടിലായി പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നിട്ട് അല്ലാഹു തആല നമ്മളോട് തന്നെ ആരുടെ മാർഗത്തിലായി പോകരുത് എന്നും കൂടി അല്ലാഹു നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപം ലഭിച്ച ആളുകളുടെ മാർഗത്തിലല്ല പടച്ചവനെ നീ എന്നെ ചേർക്കേണ്ടത്.
അതുപോലെ വലല്ലാലിൻ, നിന്റെ മാർഗത്തിൽ നിന്നും വഴിതെറ്റിപ്പോയ ആളുകൾ, അവരുടെ മാർഗത്തിലുമല്ല പടച്ചവനെ നീ എന്നെ ചേർക്കേണ്ടത്. അപ്പോൾ 2 വിഭാഗത്തിന് അല്ലാഹു തആല പറഞ്ഞു. പിഴച്ച 2 വിഭാഗത്തിനെയും സത്യത്തിൻ്റെ 1 വിഭാഗത്തിനെയും പറഞ്ഞു. സത്യത്തിൻ്റെ വിഭാഗത്തിന് അള്ളാഹു ഉപയോഗിച്ച പദം എന്താണ്? അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവർ. പിഴച്ച 2 കക്ഷികൾ അള്ളാഹു അങ്ങനെയാണ് ഉപയോഗിച്ചത്. ഒന്ന് മഗ്ലൂബി അലൈഹിം, അള്ളാഹുവിൻ്റെ കോപം ലഭിച്ചവർ. 2 വലല്ലാലീൻ, വഴിയിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ കോപം ലഭിച്ച ആളുകൾ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയ ആളുകൾ എന്ന് പറയുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട മുഫസ്സിറുകളൊക്കെ പല റിപ്പോർട്ടുകൾ കൊണ്ടുവന്നിട്ട് അവസാനം ഇതിനൊരു തീർപ്പ് പറയുന്നത് ഹുമുൽ യഹൂദ് വന്നസാറ. ഈ മഗ്ലൂബി അലൈഹിം എന്ന് പറയുന്നത് അത് യഹൂദികളാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട തൗറാത്ത്, ആ തൗറാത്തിൻ്റെ പിന്മുറക്കാരാണല്ലോ അഹ്ലുൽ കിതാബ്, യഹൂദികളെന്ന് പറയുന്നത്. അഹ്ലുൽ കിതാബിൽ ഇഞ്ചീലിൻ്റെ ആളുകളും വരും. അതിൽ ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് യഹൂദികളാണ്. എന്തുകൊണ്ട് യഹൂദികൾ എന്ന് പറയുന്ന വിഭാഗം അല്ലെങ്കിൽ യഹൂദിയത്ത് അള്ളാഹുവിൻ്റെ ഗളബിന് വിധേയമായി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് വിധേയമായി പോയത്? യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അൽ യഹൂദു ഫഖദു അൽ അമല, അവർക്ക് ഇൽമ് കിട്ടി, അവർ ഇൽമ് സ്വീകരിച്ച് അവർക്ക് വിവരമുണ്ടായിരുന്നു. തൗറാത്തുമായി ബന്ധപ്പെട്ട നല്ല വിവരവും ധാരണയും അവർക്കുണ്ടായി. പക്ഷെ ഫഖദുൽ അമല, അവർ അതനുസരിച്ച് അമൽ ചെയ്തില്ല. തൗറാത്തിലുള്ള പല നിയമങ്ങളെയും മാറ്റിമറിച്ചു. അവരുടെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് അവർ ഹറാമുകളെ ഹലാലാക്കുകയും ഹലാലുകളെ ഹറാമാക്കുകയും ചെയ്തു. അല്ലെ, മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടം തന്നെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പശുക്കുട്ടി ആരാധിക്കുന്നതിൽ വരെ അവരെത്തിപ്പോയി. ഏത് വിഭാഗം? മൂസാ നബിയുടെ കൂടെ സഞ്ചരിച്ച വിഭാഗം. അപ്പോൾ യഹൂദിയത്തിന് അവർക്ക് ഒരു വിഭാഗത്തിന് വഴികാട്ടാനുള്ള ഏറ്റവും വലിയ ഉപാധിയാണല്ലോ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വേദഗ്രന്ഥം എന്ന് പറയുന്നത്. ആ വേദഗ്രന്ഥം കിട്ടിയിട്ടും അവർ വഴിതെറ്റിപ്പോയി. ഇതാണ് യഹൂദിയത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിൻ്റെ കോപം കിട്ടാനുള്ള കാരണം. ഖുർആൻ ഷരീഫ് തന്നെ ആ പരാമർശം കാണാൻ വേണ്ടി സാധിക്കും. മല്ലഅനഹുല്ലാഹു വഗളിബ അലൈഹി എന്നൊക്കെ പറയുന്നത് കാണാം. മറ്റൊന്നെന്താണ്? അവർ പ്രവാചകന്മാരെ വധിച്ചു. ഒരുപാട് പ്രവാചകന്മാരെ അവർ വധിച്ചു കളയുണ്ടായി. ദാലിക ബി അന്നഹും കാനു യക്ഫുറൂന ബി ആയാത്തില്ലാഹ് വയഖ്തുലൂന നബിയ്യീന ബിഗൈരി ഹഖിൻ, അന്യായമായി അവർ ഒരുപാട് പ്രവാചകന്മാരുടെ അള്ളാഹുവിൻ്റെ ദൂതന്മാരെ അവർ വധിച്ചു കളയുകയുണ്ടായി. ഇതാണ് യഹൂദിയത്ത് എന്ന് പറയുന്നത്. അപ്പോൾ യഹൂദിയത്ത് നമ്മളിലുണ്ടോ എന്ന് അങ്ങനെ മനസ്സിലാകൽ. ഇപ്പോൾ നമ്മളൊന്ന് യഹൂദി ആക്കല്ലേ എന്ന് പറഞ്ഞാൽ സോക്കോൾഡ് ജൂസത്തിലേക്ക് അല്ലെങ്കിൽ യഹൂദിയത്തിലേക്ക് പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ലോ. അങ്ങനെ എടുക്കുമ്പോൾ അവൻ 100% മഗ്ലൂബി അലൈഹിയായി, 100% അള്ളാഹുവിൻ്റെ കോപം ലഭിച്ചവനായി. ഇനി നമ്മളിൽ യഹൂദിയത്തിൻ്റെ അംശമുണ്ടോ? നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇതിപ്പോൾ പറയുമ്പോൾ പല ആളുകളും ചിലപ്പോൾ വിമർശിക്കാൻ സാധ്യതയുണ്ട്. കണ്ട, ഇസ്ലാം പിന്നെ ഫാത്തിഹ ഓതുമ്പം തന്നെ വർഗീയതയാണ് പറയുന്നത്, ആൻറ്റിസെമിറ്റിസം അല്ലേ? യഹൂദികളോട് ചരിത്ര കാലം മുതലേ ഉണ്ടായ ജൂസിനോടുണ്ടായ ഒരു ചരിത്ര വിരോധമുണ്ടായിരുന്നു അല്ലെ? ഇന്നും അവർ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്ക് അവർ പറയുന്ന കാര്യം അതാണ്. ഞങ്ങൾ ചരിത്രകാലം മുതലേ ഞങ്ങളെന്താണ് അവഗണിക്കപ്പെട്ട വിഭാഗമാണ്, എല്ലാ നാടുകളും നാട്ടി ഓടിക്കപ്പെട്ടു. കണ്ട, അപ്പോൾ ഇസ്ലാമും പഠിപ്പിക്കുന്നത് മഗ്ലൂബി അലൈഹിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? യഹൂദിയത്താണ് പ്രശ്നം. യഹൂദിയത്ത് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. യഹൂദിയത്ത് എന്ന് പറയുന്നൊരു ചിന്താധാരയുണ്ട്. ആ ധാരയാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് യഹൂദികൾ എന്ന് പറയുന്ന വ്യക്തികളോട് നമുക്ക് ഈ പറഞ്ഞ അമർഷം വിദ്വേഷം ഉണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ യഹൂദികൾ ഇസ്ലാമിൻ്റെ കീഴിലുണ്ടായിട്ടുണ്ട്. പല ഇസ്ലാമിക് ജിഹാദി മൂവ്മെൻറ്റുകളിലും ഇസ്ലാമിൻ്റെ സൈനിക നീക്കങ്ങളിലും ഒക്കെ യഹൂദികൾ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നിട്ടില്ലേ? എന്താ നബിതങ്ങൾ അവരോട് സ്വീകരിച്ച നടപടി? നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ നിന്നോളൂ, നിങ്ങൾ അവിടെ താമസിച്ചോളൂ. അപ്പോൾ ഭരണപരമായി നമ്മൾ നീക്കുപോക്ക് നടത്തുമ്പോൾ ചില നിയമവശങ്ങളിൽ നിങ്ങൾ ടാക്സ് അടക്കണം, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നിങ്ങളനുസരിച്ച് ജീവിച്ചോളൂ. അല്ലെങ്കിൽ ഇവരെ മറ്റു വിഭാഗക്കാരൊക്കെ ചെയ്തതുപോലെ തച്ചൊടച്ച് വാർത്തെടുക്കാമല്ലോ. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ മറ്റുമൊക്കെ ഈ യഹൂദികളുമായിട്ട് തന്നെയാണ് കരാറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് യഹൂദിയത്ത് എന്ന ആശയത്തിനാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വർഗീയതയായി പോകും. യഹൂദികളായിട്ടുള്ള എല്ലാ ആളുകളും അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ മുസ്ലിം ആയിരിക്കെ തന്നെ എൻ്റെ ഉള്ളിൽ യഹൂദിയത്തുണ്ടോ എന്നങ്ങനെ മനസ്സിലാക്കൽ. ഈ പറഞ്ഞതുപോലെ എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, ശറവുമായി ബന്ധപ്പെട്ട അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അതനുസരിച്ച് അമൽ ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കിട്ടിയ ശറഇൻ്റെ നിയമത്തിനെ മാറ്റിമറിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എങ്കിൽ അത് യഹൂദിയത്തിൻ്റെ സ്വഭാവമാണ്.
മറ്റൊരു സ്വഭാവം എന്താണെന്നറിയാം യഹൂദിയത്തിൻ്റെത്? അല്ലാഹു തആല ഹറാമാക്കിയതിനെ ഇവർ ഹലാലാക്കും. അല്ലാഹു തആല ഹറാമാക്കിയതിനെ ഇവർ ഹലാലാക്കി. ഇത് യഹൂദിയത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ നമ്മളുള്ളിൽ അങ്ങനെ ഉണ്ടോ? വ്യക്തിപരമായി, സാമൂഹികമായി, സംഘടനാപരമായി അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോ, എവിടെയോ നമ്മുടെ രക്തത്തിൽ ജൂദായിസം കടന്നുകൂടിയിട്ടുണ്ട്. വലല്ലാലീൻ. രണ്ടാമത് നമ്മൾ പറയാണ്, പഠിച്ചവനെ പിഴച്ച ആളുകളിൽ നിന്നും, വഴി ഇങ്ങനെ പോയിട്ട് തെറ്റിപ്പോയ ആളുകൾ, ഇവരെ കൂട്ടത്തിലും ഞങ്ങൾ നീ പെടുത്തിക്കളയല്ലേ അല്ലാ. ഇത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആശയമാണ്. നസ്രാനിയത്താണ്, നസാറ. എന്താ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്? അവർ ബൗണ്ടറി ക്രോസ് ചെയ്തു. അള്ളാഹു വരച്ച ബൗണ്ടറി എന്ത് ചെയ്തു? അവർ ക്രോസ് ചെയ്തു. യഹൂദിയത്തോ എത്തേണ്ട ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, അവിടെ പോലും എത്തിയില്ല. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം. നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ളുഹർ എത്ര റക്അത്ത്? 4 റക്അത്ത്. ഒരാൾ ളുഹർ പറയാണ് ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും, 4 നിസ്കരിക്കാൻ കഴിയില്ല. അയാൾ എന്ത് ചെയ്തു? ശറഇനെ ചുരുക്കി. ഇത് യഹൂദിയത്തിൻ്റെ സ്വഭാവമാണ്. കൊടുത്ത പരിധിയിൽ പോലും എന്ത് ചെയ്യില്ല, നിൽക്കൂല. നസ്രാനിയത്ത് എന്ന് പറയുന്നത് ഒരാൾ 6 റക്അത്ത് നിസ്കരിക്കുകയാണ്. അയാൾ പറയുന്നത് മകൻ ളുഹർ 6 റക്അത്ത് നിസ്കരിക്കണം. അപ്പോൾ അയാൾ എന്താ ചെയ്തത്? അതിര് വിട്ടു. രണ്ടും പ്രശ്നമാണ്. അപ്പോൾ എവിടെ അള്ളാഹു വരമ്പ് ഇട്ടിട്ടുണ്ടോ, എവിടെ അള്ളാഹു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ നമ്മൾ നിൽക്കണം. നസ്രാനിയത്തിന് സംഭവിച്ച പ്രശ്നം എന്താണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർക്ക് നൽകി. യഹൂദിയത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിശിതമായി വിമർശിച്ചു, ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു. ഇന്നും അത് തുടരുന്നു. ഇന്നും അവരത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവർ പരസ്പരം അംഗീകരിക്കുന്നുമില്ല. അങ്ങനെ ഒരു പ്രവാചകനെ കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു? അള്ളാഹു തആല പറഞ്ഞു, ഇത് പ്രവാചകനാണ് കേട്ടോ, ഇതാരല്ല, ദൈവമല്ല, ദൈവപുത്രമല്ല, ഒന്നുമല്ല, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഹിദായത്ത് നൽകാൻ വേണ്ടി അയച്ച പ്രവാചകനാണ്. നിങ്ങൾ ആ പ്രവാചകൻ പറഞ്ഞതുപോലെ ജീവിക്കുകയാണ് ചെയ്യേണ്ടത്. യഹൂദിയത്ത് അതിൽ അതിര് കവിഞ്ഞു. പറഞ്ഞ് എന്തായി മാറി? ചിലർ പറഞ്ഞു ലഖദ് ഗഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ട്രിനിറ്റിയിലേക്ക് അവർ പോയി. അതിൻ്റെ ഒരു ഭാഗമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞു. ചില ആൾ പറഞ്ഞു ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം, ഈസാ നബി തന്നെയാണ് അള്ളാഹു എന്ന് ചില ആളുകൾ പറയുണ്ടായി. ചില ആളുകൾ പറഞ്ഞു മസീഹ് ഇബ്നുല്ലാ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു. അപ്പോൾ പരിധി ലംഘിക്കുക, നിശ്ചയിച്ച അതിർത്തിക്കും അപ്പുറത്തേക്ക് നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് നസാറ ളാലിൻ്റെ സ്വഭാവമാണത്. പിന്നെ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമുക്ക് നൽകിയ സുന്ദരമായ ശരീഅത്തിൽ ഹലാലാക്കിയ ഒരുപാട് കാര്യങ്ങളെ ഇവർ ഹറാമാക്കി. നസ്രാനിയത്തിൻ്റെ സ്വഭാവമാണ് ഹലാലായ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഹറാമാക്കുക. ഇത് നമ്മളിലുണ്ടെങ്കിൽ, ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്, അങ്ങനെ സൂക്ഷ്മത കൂടിയിട്ട് ഹലാലിനെ എന്ത് കളയും? ഹറാമാക്കി കളയും. ഇത് അഹ്ലി കിതാബിൻ്റെ സ്വഭാവമാണ്. നിങ്ങൾ നോക്കൂ, ഇസ്ലാം വിവാഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു. വിവാഹം കഴിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മളൊരു പഠനം എന്നുള്ള നിലക്ക് നമ്മൾ പറയാണ്, എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ അടുത്ത ആളാകണമെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? കല്യാണം കഴിക്കാൻ പാടില്ല. ഇതാര് പഠിപ്പിച്ചു? ഇതാരാണ് പഠിപ്പിച്ചത്? അപ്പോൾ ഹലാലാക്കിയ കാര്യത്തിനെ ഹറാമാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഘട്ടത്തിൽ എന്തോ ഒരു വ്യക്തിപരമായ കുടുംബപരമായ ഒരു വിഷയം വന്ന സന്ദർഭത്തിൽ തേന് കുടിക്കലൊക്കെ ഹലാലാണല്ലോ, എന്തോ ഒരു വിഷയം വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ തേൻ കുടിക്കുന്നില്ല. അതിന് പ്രത്യേക ഒരു സാഹചര്യ സന്ദർഭമുണ്ട്, അതെല്ലാം കൂടി പറയാൻ നമുക്ക് സമയമില്ല, പിന്നെ എപ്പോഴും നമുക്കത് പറയാം ഇൻഷാ അല്ലാഹ്. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ തേൻ കുടിക്കുന്നില്ല. ഉടനെ അള്ളാഹു ഇടപെട്ടിട്ട് ചോദിച്ചു, യാ അയ്യുഹൻ നബിയു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്. അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കി തന്ന കാര്യത്തിൽ നിങ്ങൾ എന്തിനാ ഹറാമാക്കുന്നത് നബിയെ? രണ്ടും പാടില്ല. ഹറാമിന് എന്ത് ചെയ്യാൻ പാടില്ല? ഹലാലാക്കാൻ പാടില്ല. ഹലാലിന് എന്ത് ചെയ്യാനും പാടില്ല? ഹറാമാക്കാനും പാടില്ല. രണ്ടും പ്രശ്നം തന്നെയാണ്. ഇതാണ് ഇവർക്ക് രണ്ടുപേർക്കും സംഭവിച്ച അബദ്ധം. അടിസ്ഥാനപരമായി വിശ്വാസങ്ങളിൽ സംഭവിച്ചു, അനുഷ്ഠാനങ്ങളിൽ സംഭവിച്ചു, കൊടുക്കൽ വാങ്ങലുകളിൽ സംഭവിച്ചപ്പോൾ ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ കോപത്തിനിരയായി, ഒരു വിഭാഗം പിഴച്ചു പോവുകയും ചെയ്തു. അള്ളാഹു തആല നമ്മോട് പറയാണ്, ഈ രണ്ട് വിഭാഗത്തിലും പെട്ടവരാകരുത് നിങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ ഇവരിലേക്ക് പോവുക എന്നല്ല ഈ പറയുന്നതിൻ്റെ ധാരണ. നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ചിന്തകളിലുമൊക്കെ ഈ ഒരു അർത്ഥത്തിൽ അതിപ്പോൾ പ്രശ്നമൊന്നുമില്ലപ്പോൾ, അത് ഹറാമാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് പ്രശ്നം, നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആരെയാണ് നമ്മൾ ഉള്ളിലേക്ക് കുടിയിരുത്തുന്നത് എന്ന ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാണ്.
അല്ലാഹു നമുക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇത് വലിയൊരു വിഷയം തന്നെയാണ്, ഹിദായത്തിൽ നമുക്ക് ഇസ്തിഖാമത്ത് കിട്ടുക എന്നുള്ളത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്. പഠിച്ചവനെ മരണം വരെ എന്നെ നീ ഹിദായത്തിൽ ഇസ്തിഖാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് നൽകട്ടെ. ആ പേടി നമുക്ക് ഉണ്ടാകണം, ആ ഖൗഫ് നമുക്കുണ്ടാകണം. ബഹുമാനപ്പെട്ട താബിഈങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ സഹാബാക്കളിൽപ്പെട്ട 70ഓളം ആളുകളെ ഒരു താബി പറയാൻ, ഞാൻ 70ഓളം ആളുകളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. താബി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, സഹാബിയെ കണ്ട ആളാണല്ലോ. അവരൊക്കെ അവരെപ്പറ്റി ഒരു ഭീതി ഉണ്ടായിരുന്നു. എന്താ ഭീതി? ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷെ അത് പരിപൂർണമായിട്ടുണ്ടോ, ആ വിശ്വാസത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ എന്ന ഒരു ഭീതിയും, ഞങ്ങളുടെ വിശ്വാസം ആ അള്ളാഹു ഉദ്ദേശിച്ച തലത്തിലേക്ക് എത്തിയിട്ടില്ലേ എന്നൊരു ചിന്തയും ആലോചനയും പുനർവിചിന്തനവും ഒക്കെ അവരുള്ളിലുണ്ടായിരുന്നു. നമ്മളെ അവസ്ഥ നമ്മൾ ആലോചിക്കട്ടെ. നമ്മളിപ്പോൾ എങ്ങനെയാണെന്നറിയുക, നമ്മളുടെ ഈമാൻ്റെ വിഷയത്തിൽ, നമ്മുടെ ഹിദായത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഭയങ്കര തുമനീനത്തിലാണ്. നമ്മൾ നമ്മളാണ് ശരിയുടെ വക്താക്കൾ, ബാക്കി എല്ലാ ആളുകളും തെറ്റിലുള്ളവർ, പിഴച്ച ആളുകൾ. പക്ഷേ ശരിയായൊരു വിശ്വാസത്തിൻ്റെ ചിന്ത എന്തായിരിക്കും? നമ്മളിപ്പോൾ നമ്മുടെ ഉലമാക്കൾ, നമ്മുടെ ഹദീസിൻ്റെ പണ്ഡിതന്മാർ, മുഫസ്സിറുകളൊക്കെ പറയുന്ന കാര്യം എന്താ? ഒരു മനുഷ്യനെ പോലും നമ്മൾ കാണുമ്പോൾ അയാളെ നമ്മൾ നിസ്സാരമാക്കണ്ട. ചിലപ്പോൾ അയാൾ മദ്യപിച്ച് നടക്കുന്ന ആളായിരിക്കും, പക്ഷെ നമുക്കറിയില്ല ഈ മനുഷ്യൻ ചിലപ്പോൾ മരണത്തിൻ്റെ ഒരു ദിവസം മുമ്പെങ്കിലും അയാളെ ജീവിതത്തിൽ ചിന്തകൾ മാറി അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങി അള്ളാഹുവിന് ഇഷ്ടക്കാരനായേക്കാം. പക്ഷെ എൻ്റെ കാര്യം എന്താവും? ഈ ഭയമാണ് നമുക്കുണ്ടാകേണ്ടത്. എൻ്റെ കാര്യം എന്താവും പഠിച്ചവനെ? ഞാൻ സലാമത്തോടു കൂടി ദുനിയാവിൽ നിന്ന് പോവുമോ? എനിക്ക് ഹിദായത്ത് കിട്ടുമോ? അല്ലാതെ എൻ്റെ വിഷയത്തിൽ ഭയങ്കര ഒരു ഉറപ്പും തുമനീനത്തും ബാക്കി ഓരും കണക്കന്നെ, ആ പാർട്ടിക്കാരനും കണക്ക്, ഈ ഗ്രൂപ്പുകാരനും കണക്ക്, ഈ പാർട്ടിക്കാരനും കണക്ക്, പക്ഷെ ഞാൻ ഭയങ്കര പെർഫെക്റ്റാണ് എന്ന് പറയുന്നത് അത് അപകടത്തിലേക്കുള്ള സൂചനയാണ്. അള്ളാഹു നമുക്ക് ആ ഒരു ചിന്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ഹിദായത്തിൻ്റെ ചോദ്യമാണ് അള്ളാഹു തആല നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. നമ്മളത് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചോദിക്കുകയും ചെയ്യണം. അങ്ങനെ ഫാത്തിഹ പൂർത്തിയാകുകയാണ്. ഇവിടെ നമ്മൾ ഫാത്തിഹക്ക് ഓതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നൊരു വാചകമുണ്ട്, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയല്? ആമീൻ അല്ലേ? ഖുർആൻ ഷരീഫ് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ അത് നമസ്കാരത്തിൻ്റെ ഉള്ളിലാകട്ടെ നമസ്കാരത്തിൻ്റെ പുറത്താകട്ടെ, ഇത് കേട്ട് കഴിഞ്ഞാൽ എന്തു പറയൽ സുന്നത്തുണ്ട്? ആമീൻ പറയൽ സുന്നത്തുണ്ട്. നിസ്കാരത്തിൻ്റെ ഉള്ളിൽ മാത്രമല്ല, നിസ്കാരത്തിൻ്റെ ഉള്ളിൽ മുഅക്കദായ സുന്നത്താണ്. നിസ്കാരത്തിൻ്റെ പുറത്തും നമ്മൾ വലദ്ദാല്ലീൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആമീൻ എന്ന് പറയണം. എന്താ ആമീൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? അല്ലാഹുവേ നീ ഉത്തരം നൽകണേ, അല്ലാഹുമ്മ സ്തജിബ്, ഞങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിന് നീ എന്ത് ചെയ്യണം? ഉത്തരം നൽകണേ അല്ലാ എന്നാണ് അതിൻ്റെ അർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാം ആമീൻ പറയുമ്പോൾ നിങ്ങളും ആമീൻ പറയുക. ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക, നിങ്ങൾ ആമീൻ പറയുന്നു, ഇതേ സമയത്ത് ആകാശത്തിലെ മലക്കുകളും ആമീൻ പറയുന്നുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ ചെറുപാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ സുന്നത്തായ ജഹ്റായ നമസ്കാരത്തിലാണെങ്കിൽ ഇമാം ഒച്ചത്തിൽ ആമീൻ പറയും. അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? ആമീൻ പറയണം. ഇമാമിനെ മറികടക്കരുത്, ഇമാമിൻ്റെ ഒരുമിച്ചാണ് ആമീൻ പറയേണ്ടത്. ഇനി സിറിയായ നിസ്കാരത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫാത്തിഹ ഓതിയതിന് ശേഷം നമ്മൾ ആമീൻ പറയണം. നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, ജമാഅത്തെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇമാമിൻ്റെ ആമീൻ എത്തുമ്പോഴത്തേക്ക് എന്തായാലും നമ്മൾ ഫാത്തിഹ തുടങ്ങിയിട്ടുണ്ടാവില്ലല്ലോ. നമ്മൾ ഇമാം ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഓതേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ആമീൻ പറയില്ലേ ഇമാമിൻ്റെ കൂടെ? ഏതാമീൻ? ഇമാം വലദ്ദാലിൻ പറഞ്ഞിട്ട് പറയുന്ന ആമീൻ നമ്മൾ എന്ത് ചെയ്യും? ആമീൻ പറയും. പിന്നെ നമ്മൾ ഫാത്തിഹ ഓതൂലേ? നമ്മൾ ആ ഫാത്തിഹ ഓതിയിട്ട് നമ്മൾ വലദ്ദാലിൻ എത്തൂലേ? അപ്പോഴോ ആമീൻ പറയണം. അപ്പോൾ ഒന്നാമത്തെ ആമീൻ ആർക്ക് വേണ്ടിയിട്ട്? അത് ഇമാമ് വലദ്ദാലിൻ ഓതിയതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കലാണ് ആമീൻ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇമാം ഫാത്തിഹ ഓതുമ്പോൾ നമ്മൾ ഓതുന്നില്ലല്ലോ. ഇമാം ഓതുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വൈദാ ഖുരിഅൽ ഖുർആനും ഫസ്തമിഉ ലഹു, അത് ഫാത്തിഹ ഓതുമ്പോഴായാലും സൂറത്ത് ഓതുമ്പോഴായാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരുമിച്ച് ഓതാൻ പാടില്ല, നമ്മൾ കേൾക്കണം എന്നാണ് അതിൻ്റെ നിയമം. അപ്പോൾ ഇമാം ഓതിയത് ചോദിച്ചതൊക്കെ ഇമാമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇയ്യാക നഅ്ബുദും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഒക്കെ ചോദിച്ചതാരാ? നമ്മൾ ചോദിച്ചോ? നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇമാം ആമീൻ പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ആമീൻ. അപ്പോൾ ഫലത്തിൽ ആരും ചോദിച്ചതുപോലെയായി, നമ്മളും ചോദിച്ചതുപോലെയായി. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ ഖുർആൻ ഷരീഫിൽ പറയുന്നുണ്ട്.
അവസാനം മൂസാ നബി പ്രയാസത്തിലൊക്കെയായി ഒരു നിലക്കും ഫിർഔനും സംഘവും വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ മൂസാ നബി അവസാനിച്ച ദുആക്ക് സുദീർഘമായ ദുആയാണ്. ആ ദുആക്ക് ഖുർആൻ ഉപയോഗിച്ചതിന് ശേഷം അള്ളാഹു ഉപയോഗിക്കുന്നൊരു പദമുണ്ട്, ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ. ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും ദുആ സ്വീകരിച്ചിരിക്കുന്നു. ഇതിന്റെ തൊട്ടുമുമ്പുള്ള ആയത്തിലാണ് മൂസാ നബി ദുആ ചെയ്യുന്നത്, ഖാല റബ്ബനാ ഇന്നക ഖദ് ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയ എന്ന് പറഞ്ഞിട്ട് ഖാല എന്നാ പറഞ്ഞത്. ഖാല എന്ന് പറഞ്ഞാൽ ഒറ്റൊരാളല്ലേ. അപ്പോൾ മൂസാ നബിയാണ് ദുആ ചെയ്യുന്നത്. പക്ഷെ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ രണ്ടാളെയും ഉജീബത് ദഅവതുകുമാ, നിങ്ങൾ രണ്ടാളെയും ദുആ സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ രണ്ടാളാരാ ദുആയിരുന്നത്? ഒരാളല്ലേ ദുആയിരുന്നിട്ടുള്ളൂ. അപ്പോൾ രണ്ടാൾ ദുആ അങ്ങനെ സ്വീകരിച്ചത് തഫ്സീറുകൾ കാണാം. ഈ ദുആ ചെയ്തതാരാണ്? റബ്ബന ഇന്നക ആതൈത ഫിർഔന വമലഅഹു എന്ന ദുആ ചെയ്തത് മൂസാ നബിയാണ്. മൂസാ നബി ദുആ ചെയ്തപ്പോൾ ഫഅമ്മന ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാം ആമീൻ പറഞ്ഞു. അള്ളാഹു എന്ത് പറഞ്ഞു? നിങ്ങൾ രണ്ടാളെ ദുആ സ്വീകരിച്ചു. അപ്പോൾ ഒരാൾ ദുആ ചെയ്യുകയും നിങ്ങൾ ദുആ ചെയ്യുകയും ഞാൻ ആമീൻ പറയുകയും ചെയ്താൽ ഫലത്തിൽ ആരും ദുആ ചെയ്തതുപോലെയാണ്, ഞാനും ദുആ ചെയ്തതുപോലെയാണ്. ഇപ്പം നമ്മളിപ്പോൾ രണ്ട് തരത്തിലുള്ള ദുആ ഉണ്ടല്ലോ, കൂട്ടമായി ദുആ ചെയ്യുന്നതും സ്വന്തമായി ഇൻഫിറാദിയായിട്ട് ദുആ ചെയ്യുന്നതും. അപ്പോൾ ഈ കൂട്ടമായി ദുആ ചെയ്യുന്നതിന് അതിൻ്റെതായ കുറേ ഫിഖ്ഹിയായ ചർച്ചകളും ബഹ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പൊതുവായ അർത്ഥത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരാൾ കുറേ എന്തെല്ലാം ദുആയിരുന്നു, നമ്മളിങ്ങനെ മറ്റേ ആമീൻ ആമീൻ ആമീൻ, അപ്പോൾ നമ്മൾ ചോദിക്കണ്ടേ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മളും ഒറ്റക്ക് ദുആ ചെയ്യണം, അള്ളാഹുവിനോട് ഒറ്റക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ നമ്മൾ കൂട്ടമായി ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്ത ദുആക്ക് ഞാൻ ആമീൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെല്ലാവരും കൂടി ഒരു പ്രസിഡൻറ്റിനെ കാണാൻ വേണ്ടിപ്പോയി നമ്മളെല്ലാവരും കൂടി വർത്തമാനം പറയുമോ? എല്ലാവരും കൂടി വർത്തമാനം പറയില്ലല്ലോ. ഒരാൾ പറയും, ലാസ്റ്റ് എല്ലാം പറഞ്ഞതിനെ പറയും, ഇതാ നമ്മളെ കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ പ്രസിഡന്റ് എന്താ പറയുക? അല്ലെങ്കിൽ അതിൻ്റെ അധികാരം എന്താ പറയുക? ഒരാൾ വന്ന് ചോദിച്ചു എന്നാണോ 10 ആൾ വന്ന് ചോദിച്ചു എന്നാണോ? എല്ലാവരും വന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ രണ്ട് ദുആയിനും ശക്തിയുണ്ട്. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ ഇമാമിൻ്റെ ആമീന് നമ്മൾ ആമീൻ പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ അള്ളാഹു തആല പറഞ്ഞത് ഖദ് ഉജീബത് ദഅവതുകുമാ, നിങ്ങൾ രണ്ടാളെ ദുആയും സ്വീകരിച്ചു എന്ന് പറഞ്ഞത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, യഹൂദികൾക്ക് നമ്മളോട് ചില കാര്യങ്ങളിൽ ഭയങ്കരമായ അസൂയുണ്ട്. എന്താണ് അസൂയ? നബി തങ്ങൾ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം കമാ യഹ്സുദൂന അലൽ ജുമുഅത്തില്ലതി ഹദാനല്ലാഹു ലഹാ വദല്ലു അൻഹാ, അള്ളാഹു നമുക്കും ജുമുഅ നൽകി ഓർക്കും ജുമുഅ നൽകി. ആഴ്ചയിൽ ഒരു ദിവസം ഒരുമിച്ച് കൂട്ടിയിട്ട് എന്താണ് പൊതുവായി അമൽ ചെയ്യണം എന്ന് കൽപ്പന അവർക്കും കൊടുത്തിരുന്നു. അവരെന്ത് ചെയ്തു? അന്ന് മീനൊന്നും പിടിക്കണ്ടെന്നാണ് പറഞ്ഞത്. അവരാകെ ആ സമയത്ത് ഇടങ്ങാറായി കുഴപ്പം കുലുമാലാക്കി തെറ്റിപ്പോയി. അവർ ആ അമലും തെറ്റിപ്പോയി. പക്ഷേ മുസ്ലിം ഉമ്മത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഉമ്മത്ത് ജുമുഅ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുന്നു. അത് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന, കാരണം ഓർക്കും കിട്ടിയിരുന്നു പക്ഷെ അവർക്ക് അതിന് ഇസ്തിഖാമത്തോടുകൂടി നിലനിർത്താൻ സാധിച്ചില്ല. രണ്ടാമത്തത് ഖിബില നൽകി, മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു തആല ഖിബില നൽകി. അത് സ്വീകരിക്കാൻ അവർക്ക് എന്തായില്ല, തയ്യാറായില്ല. ആദ്യം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെയാണ് തിരിഞ്ഞത്. കാബയിലേക്ക് തിരിയാൻ പറഞ്ഞപ്പോൾ അത്രയും കാലം അവരുടെ ആ ഒരു ജിഹത്തിനെ പരിഗണിച്ചല്ലോ ഇസ്ലാം. എന്നിട്ട് കാബയിലേക്ക് തിരിയാൻ പറഞ്ഞപ്പോൾ ഇവർക്ക് എന്തായില്ല, നമുക്ക് പറ്റൂല എന്നിട്ട് അവർ മാറിക്കള്ളു. പക്ഷെ ഖിയാമത്ത് നാളെ ആളുകളെ എങ്ങോട്ട് തിരിഞ്ഞ് ഇബാദത്ത് ചെയ്യാണ്? കാബയ്ക്കുള്ളേ. ഇതിലും അവർക്ക് നമ്മളോട് വലിയ അസൂയുണ്ട്. മറ്റൊരു കാര്യം നബി തങ്ങൾ പറഞ്ഞു, വഅലാ ഖൗലിനാ ഖൽഫൽ ഇമാമി ആമീൻ, നമ്മൾ ഇമാമിൻ്റെ പുറകിൽ ആമീൻ എന്ന് പറയുന്ന ആ ദുആണ്ടല്ലോ, കൂട്ടമായി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഇതിലും വലിയ അസൂയുണ്ട് എന്ന് ഷഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ ഫാത്തിഹ ഇവിടെ പൂർത്തിയാകുകയാണ്. നമ്മൾ നോക്കിയാൽ ഇതൊരു പൊതുവായൊരു കാര്യമാണ്. പിന്നെ ഖുർആൻ ഷരീഫിൻ്റെ ആമുഖമാണല്ലോ ഫാത്തിഹ, അല്ലേ? ഖുർആൻ ഷരീഫിൻ്റെ ആമുഖം എന്ന് പറയുമ്പോൾ ഖുർആനിലെ എഴുത്തിൽ ക്രോഡീകരണത്തിൽ ആദ്യമുള്ളത് ഫാത്തിഹയാണ്. അതുകൊണ്ടാണ് ദ ഓപ്പണിങ്ങും ആമുഖം എന്നൊക്കെ നമ്മളതിന് വിളിക്കുന്നത്. പ്രാസംഗികർ, എഴുത്തുകാർ, വിഷയം അവതരിപ്പിക്കുന്ന ആളുകൾ, ഇപ്പം എന്തിന് നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം നിങ്ങളൊരു പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ വിഷയത്തിലേക്കല്ല കിടക്കുക. ആദ്യം എന്ത് കാണാം? ആമുഖം. വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാര്യം മനസ്സിലായാലേ എന്താവും, നമ്മൾ ചാപ്റ്റർ 1 ചാപ്റ്റർ 2 അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മളൊരു പ്രസംഗം തുടങ്ങുകയാണ്. പ്രസംഗം തുടങ്ങുമ്പോൾ എന്താ ഉണ്ടാവുക? ആദ്യം തന്നെ വിഷയത്തിലേക്ക് കിടക്കില്ലല്ലോ. ആദ്യം എന്ത് ചെയ്യും? ആമുഖം പറയും. വിഷയം എന്താണ് പറയാൻ പോകുന്നത് എന്ന് ശ്രോതാവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ആമുഖങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ ഒരു 3/4 മണിക്കൂറുള്ള പ്രസംഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ആമുഖം 25 മിനിറ്റും വിഷയം 10 മിനിറ്റ് ഉണ്ടാകും. ചിലപ്പോൾ ഒരു പുസ്തകം എടുത്തിട്ട് അതിൻ്റെ ആമുഖം ഈ പറഞ്ഞ പോലെ കാട്ട് കയറിയ ആമുഖം, വിഷയമോ ചുരുങ്ങിപ്പോയി. ഇതല്ല ശരിയായ രീതി. ഖുർആൻ ഉപയോഗിച്ച ശൈലി നിങ്ങൾ നോക്കൂ. ഖുർആൻ്റെ ആമുഖമാണല്ലോ ഫാത്തിഹ. ഖുർആൻ അമാനുഷികമാണല്ലോ, അമാനുഷികമായ ഗ്രന്ഥമാണല്ലോ, മനുഷ്യന്മാർക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ആമുഖം എങ്ങനത്തെ ആമുഖം ആയിരിക്കണം? ശരിക്കും പറഞ്ഞാൽ ഒരാൾക്കും പിടികൊടുക്കാത്ത ആമുഖം ആയിരിക്കണ്ടേ? രഹസ്യങ്ങൾ കൊണ്ട്, കട്ടിപ്പപ്പെട്ട കാര്യങ്ങൾ കൊണ്ട്, മനുഷ്യന്മാർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാത്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് പടച്ചോനല്ലേ ഇറക്കുന്നത്, ഏറ്റവും നിഗൂഢമായിട്ട് ഇറക്കാലോ. പക്ഷെ അള്ളാഹു തആല എന്താ ചെയ്തത്? ഫാത്തിഹാനെ ഏറ്റവും സിമ്പിളാക്കി, ആമുഖം വളരെ സ്മൂത്താക്കി അള്ളാഹു തആല നേരെ പറഞ്ഞ് കുറച്ച് ആയത്തേ ഉള്ളൂ ആമുഖത്തിൽ, 7 ആയത്ത്. അത് പറഞ്ഞിട്ടാണ് അള്ളാഹു തആല വിഷയത്തിലേക്ക് കടക്കുന്നത്. ഇതുപോലെ പ്രാസംഗികരെ സംബന്ധിച്ചിടത്തോളം, എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം ആമുഖത്തിൽ കടന്നിട്ട് നമ്മളിങ്ങനെ കുടുങ്ങരുത്. ആമുഖത്തിൽ കടന്നിട്ട് നമ്മളിങ്ങനെ കുഴപ്പിക്കരുത്. വിഷയത്തിലേക്ക് കടക്കണം. വിഷയത്തിലേക്ക് കടക്കാനുള്ള പാലമാണ് സത്യത്തിൽ എന്ത്? ആമുഖം. അതുകൊണ്ട് ആമുഖത്തിനെ നമ്മൾ കുറക്കേണ്ടതുണ്ട്. ആമുഖത്തിൽ നമ്മൾ എന്താണ് പറയാൻ വേണ്ടി പോകുന്നത് എന്ന ആശയത്തെ ഉള്ളടക്കം ചെയ്യേണ്ടതുണ്ട്. അത് നമ്മൾ ബറാഅത്തുൽ ഇസ്തിഹ്ലാൽ എന്ന് പറയും. അതായത് വിഷയത്തിൻ്റെ ആമുഖം കേൾക്കുമ്പോൾ മനസ്സിലാവും മൂപ്പരെന്താ പറയാൻ വേണ്ടി പോകുന്നത്. ചില ആളുകളെ കാണാൻ എല്ലാ പ്രസംഗം എടുത്താലും ഒരേ ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ശ്രദ്ധിച്ചു നിങ്ങൾ ഏത് പ്രസംഗം തുടങ്ങുമ്പോൾ എന്തായിരിക്കും? ഒരേ ഇൻട്രോ ആയിരിക്കും. അല്ലാഹു തആല ആദം നബിയെ സൃഷ്ടിച്ചു. ആദം നബി സൃഷ്ടിച്ചപ്പോൾ മലക്കുകളോട് കൂടിയാലോചന നടത്തി. അത് എവിടെ പറയാം? അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പറഞ്ഞ് നമുക്കിത് പറയാം. ഇപ്പം നമ്മൾ നിസ്കാരമാണ് പറയുന്നത്. നമ്മൾ ഈ ആദം നബിനെ സൃഷ്ടിച്ച് ഇനിയിപ്പോൾ പിശാചിനോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറയണം, പിശാചി സുജൂദ് ചെയ്യാണ്ടിരിക്കണം, പിശാചിനാടുന്ന് പുറത്താക്കണം, എന്തെല്ലാം കഴിഞ്ഞിട്ട് പോകണം. ഇനി നിസ്കാരത്തിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കാമെന്നറിയോ? ശ്രോതാവിന് ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ ശ്രോതാവിനെ അറിയാം നിസ്കാരമാണ്. ഇപ്പോൾ മൂപ്പർ ഇന്ന സ്വലാത്ത് തൻഹ എന്ന ആയത്തോതിയിട്ടാണ് ആമുഖം പറയാൻ തുടങ്ങുന്നതെങ്കിൽ ഒരു ഐഡിയ കിട്ടും ഇയാൾ എന്ത് വിഷയമാണ് പറയാൻ വേണ്ടി പോകുന്നത്. നിസ്കാരമാണ്. എന്നിട്ട് മൂപ്പർ തുടങ്ങുന്നത് എവിടുന്നാണ്? ആദം നബിൻ്റെ കഥയിൽ നിന്ന് തുടങ്ങുന്ന ഈ സദസ്സിൽ ഇരിക്കുന്നു വിചാരിക്കും പടച്ചമ്പുരാൻ ഇനിയിപ്പോൾ നിസ്കാരത്തിലേക്ക് എന്താണ് മിഅ്റാജ് രാവിലെ കൊണ്ടുപോകണമല്ലോ, ഇത്ര കൊല്ലം കഴിയണം. അപ്പോഴത്തേക്ക് എന്തായിട്ടുണ്ടാവും? ഞാൻ നേരത്തെ പറഞ്ഞ 45 മിനിറ്റുള്ള പ്രസംഗത്തിൽ 30 മിനിറ്റ് ആമുഖത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആമുഖം ഹ്രസ്വമായിരിക്കണം, ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതും കൂടി ആയിരിക്കണം. ഇതും ഫാത്തിഹ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളിൽപ്പെട്ടതാണ് എന്ന് ചില തഫ്സീറുകളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അല്ലാഹു നമുക്ക് ഈ അർത്ഥത്തിൽ ഫാത്തിഹ മനസ്സിലാക്കി തരുമാറാകട്ടെ. അപ്പോൾ നമുക്കിനി അടുത്തത് സൂറത്തുൽ ബഖറയാണ്. ആമുഖം കഴിഞ്ഞു, ഇനി വിശാലമായ സൂറത്തുൽ ബഖറയിലെ ഏറ്റവും വലിയ സൂറത്ത്. അപ്പോൾ ആ വലിയ സൂറത്ത് സ്വീകരിക്കുന്നതിന് മുമ്പ് വളരെ ലൈറ്റായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വിഷയങ്ങളൊക്കെ പറഞ്ഞു. സിഫാത്തുകളെ പറ്റി ചർച്ച ചെയ്തു, ആഖിറത്തിനെ പറ്റി ചർച്ച ചെയ്തു, ഇസ്തിആനത്തിനെ പറ്റി ചർച്ച ചെയ്തു, ഹിദായത്തിനെ പറ്റി ചർച്ച ചെയ്തു. ഇനി വിഷയത്തിൽ കട്ടുപ്പത്തിലേക്ക് അല്ലാഹു തആല കടക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് സൂറത്തുൽ ബഖറൻ്റെ ചില മഹത്വങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നിർത്താം. ഇനിയുള്ള ആഴ്ചകളിൽ നമുക്ക് ബഖറ ഇൻഷാ അല്ലാഹ് കേൾക്കാം. അല്ലാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ ഷരീഫിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ എന്ന് പറയുന്നത്. മദനിയായ സൂറത്താണ് സൂറത്തുൽ ബഖറ. നമ്മൾ ആദ്യമേ ചർച്ച ചെയ്തിരുന്നു മദനി എന്താണ്, മക്കി എന്താണെന്നൊക്കെ ഉള്ളത്. ഹിജ്റയ്ക്ക് ശേഷം അവതരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി സൂറത്തുൽ ബഖറയെ പറ്റിയിട്ട്, സിനാമുൽ ഖുർആൻ ഇന്ന ലികുല്ലി ഷൈഇൻ സിനാമുൻ വ ഇന്ന സിനാമുൽ ഖുർആനി സൂറത്തുൽ ബഖറ. എല്ലാറ്റിനും ഒരു മർമ്മമുണ്ടാവും, എല്ലാം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു കേന്ദ്രമുണ്ടാവും, ക്രോഡീകരിക്കപ്പെട്ട ഒരു സെൻറ്റർ ഉണ്ടാവും. അങ്ങനെ ഖുർആൻ ഷരീഫിൻ്റെ സിനാമാണ് സൂറത്തുൽ ബഖറ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ആ സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തുണ്ട്, വഫീഹ ആയത്തുൻ ഹിയ സയ്യിദത്തു ആയിൽ ഖുർആൻ. അത് ഖുർആൻ ഷരീഫിലെ ആയത്തുകളുടെ നേതാവും രാജാവുമാണ്. അത് ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസിയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ നബി തങ്ങൾ പറഞ്ഞു, ലാ തജഅലു ബുയൂതകും ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനം പോലെ നിശബ്ദമായ ഒന്നുമില്ലാത്ത കേന്ദ്രങ്ങളാക്കരുത്. കാരണം എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, ഫഇന്നൽ ബൈത്തല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലുഹു ശൈത്താൻ. ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ പിശാച് പ്രവേശിക്കുകയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇനി പിശാച് ഒരു വീട്ടിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ സൂറത്തുൽ ബഖറ കേട്ട് കഴിഞ്ഞാൽ ആ പിശാചിന് ഇവിടെ നിൽക്കാൻ സാധിക്കില്ല. യഖ്റുജു മിനൽ ബൈത്ത്, ആ വീട്ടിൽ നിന്നും അവൻ പുറത്തു പോകും എന്ന് നബി തങ്ങൾ പറഞ്ഞു.
അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, നമ്മളിന്ന് എന്തുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക എന്താണ്? ശൈത്താനിയത്താണ്. ഇതാണ് ശൈത്താൻ കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ കാര്യങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മൂപ്പരെ പുറത്താക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി നമുക്ക് പറഞ്ഞിട്ടുണ്ട്, എളുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യും. ലക്ഷങ്ങളും ആയിരങ്ങളും പതിനായിരങ്ങളൊന്നും കൊടുത്തിട്ട് അബദ്ധത്തിൻ്റെയും വഴികേടിൻ്റെയും ഒന്നും മാർഗത്തിലേക്ക് പോകല്ലേ. അള്ളാഹു എളുപ്പാക്കിയിട്ടുണ്ട്. ശരി, നമുക്കിത് കയ്യിൽ ഇത് സൂറത്തുൽ ബഖറ ഓതണമെങ്കിൽ എത്ര മണിക്കൂർ എടുക്കും? ഹാഫിളായ ഒരാളിപ്പം ഖുർആൻ ഷരീഫ് ഉള്ളു പഠിച്ച ഒരാളിപ്പോൾ സൂറത്തുൽ ബഖറ ഓതണമെങ്കിൽ ഏകദേശം ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് ഓതി തീർക്കാൻ വേണ്ടി പറ്റും. 2.5 ജ്യൂസ് 3 ജ്യൂസല്ലേ ഉള്ളൂ, ഓതി തീർക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഒരു ഹാഫിള് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 4-5 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ ഇത് ആലോചിച്ചിട്ട് നമുക്ക് കഴിയില്ല, എന്നാൽ പിന്നെ 14,000-25,000 കൊടുത്തിട്ട് ആരെങ്കിലും വിളിച്ചിട്ട് വേറെ എന്തെങ്കിലും അല്ലേ. മനുഷ്യന്മാർക്ക് ഈ നേരെ പോകുന്ന കാര്യങ്ങളിൽ മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. എപ്പോഴും മനുഷ്യർക്ക് നിഗൂഢതകളാണ് ഇഷ്ടം. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ, ആരെങ്കിലും എന്തെങ്കിലും ആക്കിയിട്ടുണ്ടാവോ, അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് വിശ്വസിക്കാനാണ് എളുപ്പം. ഇവിടെ പ്രത്യക്ഷമായ കാരണങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. ഒരാൾ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ദുആ ചെയ്യണം കാര്യമായിട്ട്. എന്താ പ്രശ്നം? അവന് കാക്കാക്കും ജോലിയില്ല, മറ്റേ അങ്ങനെയാണ്, വീട്ടിൽ ഇന്നതാണ് പ്രശ്നമാണ്, ഇങ്ങനെയാണ്. അപ്പോൾ ഒരാൾ വന്നു വീട്ടിൽ. അപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ ഇന്ന സാധനം പോക്ക് വരവുണ്ട്, അങ്ങനെ കുറേ ടേംസ് ഉണ്ടല്ലോ ഇവരെ, അതുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാത്തത്, നടക്കാത്തത്. ഇവിടെ മറ്റേ കോപമുണ്ട്, ഈ കോപമുണ്ട്, അങ്ങനെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ശൈത്താന്യത്തിൻ്റെന്നാണ് ഇവർ പറയാതെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ എന്തോ പൊളിച്ചിട്ട് ഇവിടെ എന്തോ ഒരു ദ്വാരം ഉണ്ടാക്കണം, ഇങ്ങനെ പെർപെൻഡിക്കുലറായിട്ട് ലൈറ്റ് ഇങ്ങനെ പോകണം, ഇതിലോട്ട് കടന്നു പോകണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ എത്ര പൈസ ഉണ്ടാവും? പൈസ വേണ്ടി വരും. അതെല്ലാം ചെയ്യണമെങ്കിൽ ഒരു 10-30,000 രൂപ വേണം. എന്താ ഇവിടെ പ്രശ്നം? ഇപ്പോൾ ഇവരുടെ പ്രശ്നം എന്താ? ഇവരുടെ പ്രശ്നം എന്താ? പണിയില്ലാത്തതുകൊണ്ട് എന്താ ഇപ്പോൾ പ്രശ്നം? പണിയില്ലെങ്കിൽ എന്തില്ല? പൈസ ഇല്ല. അപ്പം ഇവർ വന്നിട്ട് നൽകുന്ന ചികിത്സ എന്താ? പണിയില്ലാത്തവരോട് പറയാണ്, എനിക്ക് പണി കിട്ടണമെങ്കിൽ എന്ത് ചികിത്സിക്കണം, ഒരു 30,000 ചികിത്സിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ ഒന്ന് ജോലിക്ക് വേണ്ടിയുള്ള ബാഹ്യമായ അസ്ബാബുകൾ ചെയ്യുക, പണി കിട്ടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് കാര്യം. അപ്പോൾ മോനെ ശൈത്താൻ്റെ പ്രശ്നം പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ എൻ്റെ വീട്ടിൽ ഹറാമ് നടക്കുന്നുണ്ടോ? പരസ്യമായിട്ട് ഹറാമ് നടക്കുന്നതിനാൽ മദ്യപാനം എന്നുള്ള അർത്ഥത്തിലൊന്നല്ല, ഇപ്പോൾ ഒരുമിച്ചിരുന്ന എല്ലാവരും സിനിമ കാണുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അവൻ അസഹ്യമുണ്ട്. കുറച്ച് കാലങ്ങൾ മുമ്പ് പണ്ട് കേബിൾ TV ആണല്ലോ, പണ്ട് എല്ലാവരും കൂടി ഒരു ഇതിലാണല്ലോ ഉപയോഗിക്കുന്നത്. പിന്നെ ഓരോ ആളെ കയ്യിലും ഓരോ കണക്ഷൻ ആയല്ലോ, വ്യത്യാസം മാറിയല്ലോ. അപ്പോൾ പറഞ്ഞാൽ അതുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ 30,000 രൂപ ഒന്നും കൊടുത്തിട്ട് ഒന്നും ചെയ്യണ്ട, ഈ കണക്ഷൻ ആദ്യം കട്ട് ചെയ്യുന്നത്. കണക്ഷൻ ആദ്യം കട്ട് ചെയ്തിട്ട് അമലുകളിൽ നിഷ്ഠ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം പറ. അപ്പം ഇത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ എന്തോ ഒരു പ്രയാസമുണ്ട്. നമ്മളാരോ എന്തോ ചെയ്തതാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓത് സൂറത്തുൽ ബഖറ ഓത്. എന്തെങ്കിലും ഇടങ്ങാറുണ്ടെന്ന് ഫീൽ ചെയ്യുന്ന ഓദിക്കോ, ഉമ്മയും ഉപ്പയും മോനും എല്ലാവരും ഓദിക്കോ. ഒരാഴ്ച 40 സെക്കൻഡ് നിയ്യത്താക്കിയിട്ട് ഓതി, ഇൻഷാ അല്ലാഹ് അത് പുറത്തു പോവുക തന്നെ ചെയ്യും. ചില റിപ്പോർട്ടുകളിൽ കാണാം, മൻ ഖറഅഹാ ഫീ ബൈതിഹി ലൈലത്തൻ, ഒരു രാത്രിയിൽ ഓതിയാൽ 3 ദിവസം വരെ ആ വീട്ടിൽ പ്രവേശിക്കൂല എന്ന് കാണാം. ഒരു രാത്രിയിൽ ഓതിയാൽ 3 ദിവസം വരെ ഡിഫൻസ് ഉണ്ടാവും. ഒരു പകലിലാണ് ഓതുന്നതെങ്കിൽ 3 പകൽ ഡിഫൻസ് ഉണ്ടാവും ഈ സൂറത്തുൽ ബഖറിൻ്റെ പേരിൽ. അതുകൊണ്ട് നല്ല ഹിമ്മത്തോടു കൂടി നമ്മൾ ഓതണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, മൻ ഖറഅ 10 ആയാത്തിൻ മിൻ സൂറത്തുൽ ബഖറ, അത് എളുപ്പത്തിലൊരു അമലിത, ഫുൾ ഓതാൻ നമുക്ക് കഴിയുന്നില്ല. ഒരാൾ 10 ആയത്ത് ഓതിയാൽ ലം യദ്ഖുൽ ദാലിക്കൽ ബൈത ശൈത്താനു തിൽക്കൽ ലൈല, ഓരോ ദിവസവും കയറി വരാൻ വേണ്ടി കാത്തുക്കുന്ന ശൈത്താനുണ്ടാവും, പഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ദിവസം ഓരോ ശൈത്താൻ വരുന്നുണ്ടാവും. എന്നാണ് ഈ 10 ആയത്ത് ഓതിയത്, അന്നത്തെ ശൈത്താൻ ആ വീട്ടിൽ കയറാൻ വേണ്ടി സാധിക്കൂല. ഏതാണ് ആ 10 ആയത്ത് എന്ന് പറയുന്നത്? അർബഉ മിൻ അവ്വലിഹാ, ആദ്യത്തിലുള്ള 4 ആയത്ത് നോക്കിക്കൂടെ. ആദ്യത്തിലുള്ള 4 ആയത്ത് ഏതാ? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون അല്ലെങ്കിൽ ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പിന്നെ ആയത്തുൽ കുർസി, അപ്പോൾ എത്ര ആയത്തായി? 4 1
5 ഒതുക്കോ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അപ്പോൾ എത്രയായി? 4 5. ആയത്താനി ബഅദഹ, ആയത്തുൽ കുർസിക്ക് ശേഷമുള്ള ഒരു 2 ആയത്തും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് പഠിച്ചേക്കണം. ഏതാണ്? ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുഷ്ദു മിനൽ ഗയ് ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുഅ്മിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ ലാ ഇൻഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. അല്ലാഹു വലിയ്യുൽ ലദീന ആമനൂ യുഖ്രിജുഹും മിനദ് ദുലുമാതി ഇലൻ നൂർ വല്ലദീന കഫറൂ ഔലിയാഉഹുമുത് താഗൂതു യുഖ്രിജൂനഹും മിനൻ നൂരി ഇലദ് ദുലുമാത് ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. എത്രയായി? 5 7. വസലാസു ആയാത്തിൻ മിൻ ആഖിരിഹ, അവസാനത്തെ 3 ആയത്ത്. ഏതായത്? ഇല്ലാഹി മാഫിസ് സമാവാത്ത് തുടങ്ങുന്ന ആ 3 ആയത്ത്. ഈ 10 ആയത്ത് ഓതിയാൽ ഏറ്റവും ചുരുങ്ങി, ഇപ്പോൾ ഫുൾ നമുക്ക് ഓതാൻ പറ്റുന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ലൈറ്റ് വേർഷൻ ഉണ്ട്. ഈ 10 ആയത്ത് ഓതുകയാണെങ്കിൽ അന്നേ ദിവസം പൈശാചികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഒരാളെടുത്ത് ഒരാൾ കോൺടാക്ട് ചെയ്ത്, അപ്പോൾ അയാളെ മകനുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരാളെ കൺസൾട്ട് ചെയ്തു. അയാളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് കുറച്ച് ഇങ്ങനെ പറഞ്ഞാൽ ഗുരുതരമായ പ്രശ്നമാണ്, സംഗതി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ എന്തായാലും ഇനിയൊരു ചികിത്സ വേണമല്ലോ, ചികിത്സിക്കാം. അയാളൊരു പേയ്മെൻറ്റ് പറഞ്ഞു, അയാളൊരു തുക പറഞ്ഞു. നിങ്ങൾ വെറുതെ ഒന്ന് കണക്ക് ആലോചിച്ചു നോക്കി, എസ്റ്റിമേറ്റ് നിങ്ങൾ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ. എന്തായാലും മന്ത്രിക്കാനാണല്ലോ. ഈ പറഞ്ഞ പോലെ പിശാചാണെന്ന് മനസ്സിലായാൽ, ബോധ്യപ്പെട്ടാൽ പിന്നെ അവിടെ ചെയ്യേണ്ട റുഖിയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആയത്തുകൾ ഹദീസൊക്കെ ഓതി ദുആ ചെയ്യാണ് വേണ്ടത്. എത്ര ആയിരിക്കും ചികിത്സൻ്റെ പൈസ എന്ന് പറയുന്നത്? വെറുതെ പറഞ്ഞോ? പോവില്ല, നിങ്ങൾ കൊടുക്കുമെന്ന് വേണം, വെറുതെ പറഞ്ഞോ? എത്ര ആയിട്ടുണ്ടോ റാഫിക? വെറുതെ നമ്മൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നില്ലേ, നമ്മൾ ഒരു എസ്റ്റിമേറ്റ് അങ്ങ് പറ. എത്ര ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക? 10 രൂപ, 25, 60,000 രൂപ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ കൊടുത്തോ? 40 കൊടുത്തു. 40 കൊടുത്തു. ഇത് സാധാരണ നിങ്ങൾ ആലോചിച്ച്, നമ്മളൊരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഇന്ന സ്ഥലത്തേക്ക് പോയി, മീറ്ററിൽ 45 റുപ്യ, അയാൾ അറിഞ്ഞ 60 റുപ്യ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യല്? പോട്ട് സാരല്ല, ഒരു 15 റുപ്യല്ലേ, ഒരു ചായൻ്റെ പൈസ അല്ലേ, അത് കൊടുത്താലും ഒന്നും സംഭവിക്കാതെ പോയില്ല. നമ്മളവിടെ സകല നിയമവും കോൺസ്റ്റിറ്റ്യൂഷനും ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ യുദ്ധം ചെയ്യും. മീറ്ററിൽ 15, 45 ആയിട്ടുള്ള നീ അങ്ങനെ 15 അധികം വാങ്ങാൻ, അങ്ങനെ എങ്ങനെ ചക്ക വാങ്ങാതെ അങ്ങനെയൊക്കെ പറയും. നിങ്ങൾ നോക്ക്, ഒരു മനുഷ്യൻ വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് കുറച്ച് പ്രശ്നം ഞാൻ കാണുന്നുണ്ട് കേട്ടോ, അത് ഞാൻ മാറ്റിത്തരാം, ഒരു 60,000 ഇങ്ങ് തന്നാൽ മതി. ഒരു ബില്ലില്ല, ഒരു ട്രാൻസാക്ഷൻ റിപ്പോർട്ടില്ല, ഒരു ഓഫീസില്ല, ലെഡ്ജറില്ല, ഒന്നുമില്ല. നമ്മൾ കൊടുക്കാൻ 40,000 കൊടുത്തു. ചേച്ചി എന്താ എൻ്റെ സംഭവിച്ചത്? മാറെങ്കിൽ പിന്നെയും പറയാം, ഇവിടെ മാറാൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ഇതൊന്നൊന്നല്ല. എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടാവില്ല ആളുകളൊക്കെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ നോക്കൂ, നമ്മൾ ചികിത്സക്ക് പോവാണ്. ഞാൻ അയാളോട് ചോദിച്ചു, സഹോദര, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നു. ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഇപ്പം ചില രോഗത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ലോങ് ടേം ചികിത്സയായിരിക്കും. ഒറ്റ കൺസൾട്ടേഷൻ കൊണ്ട് എന്താവില്ല, തീരൂല, കുറേ കാലം നടത്തണം. നമ്മൾ എന്താ ചെയ്യുക? ഡോക്ടർ നോക്കിയിട്ട് എന്തായാലും നമ്മളൊരു 12 കൺസൾട്ടേഷനെങ്കിൽ വേണ്ടി വരും, നിങ്ങൾ 12ൻ്റെ ഫീ ഇപ്പം തന്നെ അടച്ചോളൂ നിങ്ങൾ, എന്നിട്ട് അതിൻ്റെ മരുന്നൊക്കെ ഇപ്പം തരാമെന്ന. ഡോക്ടറെ അടുത്ത് പോലും ഒരു OP എടുത്തു കഴിഞ്ഞാൽ ആ OP ഒരാഴ്ച വരെ ഉപയോഗിക്കാം. അയാൾ 300, 300, മാക്സിമം എത്ര ഒരു ഡോക്ടർ OP ടിക്കറ്റ് എത്ര വരുന്നത്? എത്ര വരുന്നത് മാക്സിമം? 300, 500 അല്ലേ? അത് കൂടിയാൽ അവിടെ നിന്ന് ഇടപെടും. ചികിത്സക്ക് വരെ എത്രയാണ് പൈസ ഉണ്ടാകുന്നത്? ഇത് എന്തടിസ്ഥാനത്തിലാണ് വാങ്ങുന്നത്? എന്ത് മാനദണ്ഡത്തിലാണ് ഇത്രയും വലിയ ഫണ്ട് ഒറ്റയടിക്ക് ഈ മനുഷ്യന്മാരെന്ന് വാങ്ങുന്നത്? ചൂഷണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. നിങ്ങളെ ഭയത്തിനെയാണ് അയാൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഞാൻ പറയാണ്,
നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഇങ്ങനത്തെ ആളുകളെ നമ്മൾ മനസ്സിലാക്കാൻ ചില ലക്ഷണങ്ങൾ പറഞ്ഞാൽ ഇവർ വന്നിട്ട് ഇവർക്കൊരു ഇവരൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. ഇവർ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഗൗരവത്തിലിരുന്ന് ചിരിക്കാൻ ഭർത്താനെന്നും പറയും, കുറേ ചിരിക്കാൻ ഭർത്താനം പറഞ്ഞ് ഇവരിങ്ങനെ വന്നിട്ടൊരു ഇരുത്തൊക്കെ ഉണ്ട്, ഇവർക്കൊരു പ്രത്യേക ഇരുത്തൊക്കെ ഉണ്ടാവും. വേറെ വന്ന് ഇങ്ങനെ നോക്കി അവിടെ നോക്കി ഇങ്ങനെ നോക്കി, അപ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ ഒരു പ്രത്യേക പേടി നമുക്ക് വരാതെ ഓൾറെഡി നമ്മളിങ്ങനെ പേടിച്ചിട്ടാണ് ഉള്ളത് പ്രശ്നത്തിനായിട്ട്. ഇവർ വന്നിങ്ങനെ നോക്കിയിട്ട് ഇവിടെ എത്രയായി അങ്ങനെ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, എന്താ നമുക്ക് ചെയ്യുക, മാറ്റണ്ടേ? മാറ്റണം ഉസ്താദേ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ അതിന് കുറച്ചെന്തെങ്കിലും ചിലവുണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും. നമുക്ക് കുറച്ചെന്തെങ്കിലും ഇരിക്കുമ്പോൾ ഒരു 10-200 റുപ്യ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. അപ്പോഴാണ് വിളിച്ചിട്ട് പറയുന്നത് ഇത്ര പൈസ ആവും. ഇയാളാണെങ്കിൽ ഗതിമുട്ടി എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് തീർന്നാൽ മതി. ഒന്നൊന്നല്ല നിങ്ങളെ ഒരുപാട് സംഗതികൾ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. ഇത് 60-ൻ്റെ കേസാണെങ്കിൽ 25-ന് 30-ൻ്റെ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനോട് ചോദിച്ചു, നിങ്ങളൊരു കൺസൾട്ടിങ്ങിന് പോവുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഒരു സെഷൻ്റെ ഫീ മാത്രം അയാൾ വാങ്ങിക്കും. അതാണ് അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അങ്ങനല്ലേ? എന്തടിസ്ഥാനത്തിലാണ്? അതുകൊണ്ട് കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാര്യം ഇപ്പം നമുക്ക് പല പ്രശ്നങ്ങളും വരുമ്പോൾ, മാനസികമായ പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ സിംറ്റംസ് ഉണ്ടാവുമല്ലോ. രോഗലക്ഷണം അല്ലേ? ഒരു പ്രശ്നത്തിൻ്റെ രോഗലക്ഷണം വെച്ചിട്ടാണ് എന്താണ് പ്രശ്നമെന്ന് നമ്മൾ വിധിക്കുന്നത്. പിശാച് ബാധിക്കുമോ? പിശാചിൻ്റെ ബുദ്ധിമുട്ട് ഒരാൾക്ക് ഉണ്ടാകുമോ? താത്വികമായി ഉണ്ടാകാം. തിയററ്റിക്കലി ഇസ്ലാമിൻ്റെ അക്കാഡമിക്കൽ വെച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യന് പിശാച് ബാധിക്കാം, സിഹിർ ബാധിക്കാം, കണ്ണേർ ബാധിക്കാം, ഓക്കെ, ഇതൊക്കെ ബാധിക്കാം. പോസിബിലിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ബാധിച്ചാൽ എന്താ ഉണ്ടാകുക? സിംറ്റംസ് ഉണ്ടാവും അല്ലേ? ഇനി ഒരു മനുഷ്യർക്ക് സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? മാനസികമായ ബുദ്ധിമുട്ടുകൾ, ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്കിസോഫ്രീനിയ, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞ ഡിസോർഡേഴ്സ് ഉണ്ടാകുമോ? ഉണ്ടാവും. അതിൻ്റെ സിംറ്റംസ് എന്താണ്? ഈ രണ്ടിൻ്റെയും സിംറ്റംസ് ഏറെക്കുറെ ഒരുപോലെയാണ്. ഏത് രണ്ടിൻ്റെയും? ഒരു മനുഷ്യന് പിശാച് ബാധിച്ചാലുണ്ടാകുന്ന സിംറ്റംസ്, രോഗലക്ഷണങ്ങളും സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ സംഭവിച്ചാലുണ്ടാകുന്ന രോഗലക്ഷണങ്ങളും ഏറെക്കുറെ സെയിമാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 100% ഇത് പിശാച് ബാധയാണ് എന്ന് പറയാനുള്ള ടൂള് നമ്മളെ കയ്യിലില്ല. 100%. ഈ വിഷയത്തിൽ വലിയ അഗ്രഗണ്യനായ വലിയൊരു മൗലാനുണ്ട്, ഇന്ത്യയിൽ ജീവിക്കുന്ന വലിയൊരു ആലിമുണ്ട്. നമ്മൾ അദ്ദേഹമായിട്ട് ഒരിക്കലും ഇങ്ങനെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ, അദ്ദേഹം പിന്നെ കേരളക്കാരനല്ല, പുറത്തുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിനോട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ, ഹസ്രത്ത് കിസിക്കോ ऐसे चीज़ आए तो हमको कोई टूल है पक्का बोलने के लिए ये सिहर हो चुका है इनको या शैतानी ഇത് പിശാച് ബാധയാണെന്നൊക്കെ ഉറപ്പിക്കാൻ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ടൂളുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനമായല്ലോ. ഓക്കെ, ഇത് ഇന്നതുണ്ടായാൽ മനസ്സിലാക്കിക്കോളൂ പറഞ്ഞു. കോയി നഹി ഹേ, ഒരു ടൂളും ഇല്ല. പിന്നെന്താണ്? അസംഷൻസ് ആണ്, സാധ്യതയുണ്ട്. എന്താകാം? ഇതാകാം. സെയിം സിംറ്റംസ് ആണ് ഇപ്പുറത്തുണ്ടാകുക. ഏത്? സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രതിവിധി? ഇതിൽ ഈ ട്രാപ്പിൽ ഏറ്റവും കൂടുതൽ പോയി ചാടുന്നത് മുസ്ലിമീങ്ങളാണ്. ഓരോ സംശയം വെക്കണ്ട. നമ്മളെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായി, കുറച്ചിങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നു, വർത്താനം പറഞ്ഞില്ല, അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, സംസാരത്തിലൊക്കെ മാറ്റം കാണുമ്പോൾ നമ്മൾ നേരെ കൊണ്ടുപോയി ഇങ്ങനത്തെ ആളെടുത്ത്. ഞാൻ പറയുന്ന കാര്യം എന്താ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് വെച്ചോ. നിങ്ങളുടെ കുടുംബത്തിലോ നമുക്ക് ആർക്കോ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. ബ്ലഡിൽ തകരാറുണ്ടോ, തൈറോയിഡിന് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടോ? ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ബ്ലഡിൽ തകരാറൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സെയിം സാധനങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായാലും അതാണ് പ്രശ്നം. അത് ക്ലാരിറ്റി വെച്ച് നമ്മൾ ചെയ്തോളിൻ. അതിലൊന്നുമില്ല, ക്ലിയറാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഹോർമോൺ ചെക്ക് ചെയ്തു, ഒന്നും പ്രശ്നമില്ല എങ്കിൽ പിന്നെ അയാളെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിശ്വസനായ ഈ പറഞ്ഞതുപോലെ ഈ മനഃശാസ്ത്രമൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക്, തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വിടുക. ചിലപ്പോൾ അയാളുടെ മനസ്സിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ, പ്രശ്നങ്ങളുണ്ടാവും. അതായിരിക്കാം എന്തായിട്ട് പുറത്ത് ചാടുന്നത്, ഈ പറയപ്പെട്ടതുപോലെ ഇടങ്ങേറുകളായിട്ട് പുറത്ത് ചാടുന്നത്. അത് ക്ലിയറാകലോട് കൂടിയിട്ട് എന്താവും? ക്ലിയറാവും. അത് ചെയ്തിട്ടും ഒന്നും ആകുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ഈ പറഞ്ഞതുപോലെ പൈശാചികമാകാം. ഇനി പൈശാചികമാണ് എന്ന് ഉറപ്പിച്ചാൽ തന്നെ ഇതിനെന്താ ട്രീറ്റ്മെൻറ്റ്? ഷർഅ് പഠിപ്പിച്ച ട്രീറ്റ്മെൻറ്റ് എന്താ? ഖുർആൻ ഓതുക,
അസ്കാറുകൾ ചൊല്ലുക, ശരീഅത്തിൻ്റെ നിയമങ്ങൾ മുറുകെ പിടിക്കുക എന്നതല്ലാതെ വേറെ ദുരൂഹമായ ട്രീറ്റ്മെൻറ്റുകളില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെയും കണ്ടുപിടുത്തമാണ്, അവനവൻ്റെ കണ്ടുപിടുത്തം. അവിടെ നമ്മൾ ഇത് ഉറപ്പിക്കുക. എന്താ ഇത്? ഈ ഉറപ്പിക്കുമ്പോൾ ഒരു ധൈര്യം കിട്ടേണ്ടത് നമുക്ക്. നമ്മൾ ഉറപ്പിക്കുക, അള്ളാഹു താല നൽകിയിട്ടുള്ള ചികിത്സ, ആ ചികിത്സക്കുള്ള ഉപാധികൾ ഇതാണ്. ആ ഉപാധി അനുസരിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോവുക. ബാക്കി അള്ളാഹുവിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ തവക്കുൽ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ യഖീനും തഖ്വയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.